ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതുപോലെ ഞാനാണ് ആദ്യം മരിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചായിരിക്കണമെന്ന്. ഇങ്ങനെ എന്താ എനിക്കെന്നെ മരണത്തെ പോലും തോൽപ്പിക്കാൻ പറ്റുന്നു തോന്നുന്നത്. ഇവളെന്റെ ഭാര്യ മാത്രമല്ല, ഈ ജില്ല ഭരിക്കുന്ന കളക്ടർ കൂടിയാ. ഇവിടെ ചില വീട്ടമ്മമാരെ പോലെ ചിന്തിക്കാനോ അധപതിക്കാനോ പാടില്ല. ശാലിനി, ഇവിടെ താൻ ഇത്രേ ഉള്ളൂ? വലിയ കളക്ടറായി എന്നുള്ള ഭാവം മാത്രമേ ഉള്ളൂ. മനസ്സിൽ ഇത്ര ബലമില്ലെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ശാലിനി, കരയില്ലേ? കരയില്ലേ? ശാലിനി, ഇതൊക്കെ എല്ലാ കുടുംബത്തിലും നടക്കുന്നതാണ്. ഇതിപ്പോ നമ്മുടെ ഇടയിൽ ആദ്യമാ. അതുകൊണ്ടാണ് താനിപ്പോൾ ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ ചിന്തിച്ചത്. സോറി, എക്സ്ട്രീംലി സോറി. കരയല്ലേ? ഞാൻ അല്ല, പിന്നെ നോക്കിയേ, എനിക്ക് വേണ്ട ഈ സോറി ഒന്നുമല്ല. എനിക്ക് വേണ്ടത് ഈ പെണ്ണിനെയാ. അതിങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടൊന്നുമല്ല, മനസ്സിലായ? എന്നെ ആകർഷിക്കുന്ന, എന്നെ കീഴടക്കുന്ന ഈ കണ്ണുകളിലെ തിളക്കം ഒന്ന് നോക്കടൂ. ഞാൻ എന്റെ പെണ്ണിനെ ശരിക്കും കണ്ടോട്ടെ. കരയല്ലേ? കഴിഞ്ഞില്ലേ? എന്റെ ശാലിനി, ഈ നോട്ടത്തിൽ ഞാൻ എങ്ങനെയാ മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോകുന്നേ? എടോ, എന്റെ ചങ്ക് നിറയെ നിറഞ്ഞേക്കുന്നത് താനാ. പിന്നെ മറ്റൊരുത്തിക്ക് എങ്ങനെയാ എന്റെ ഉള്ളിൽ കയറി കൂടാൻ സ്ഥലം കിട്ടുന്നേ? മതി, എനിക്കിത് മതി. ഇത് കേട്ട മതി. ആ, ഇതെന്തായാലും തനിക്ക് പറ്റിയൊരു അബദ്ധമായിട്ട് എനിക്ക് കാണാൻ സാധിക്കോ? നോക്ക്, നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിന്റെ പകുതിയോളമായി. ഇനിയുള്ള പകുതിയും താൻ എന്നെ ഇത്രയും നാളും സ്നേഹിച്ചെന്റെ 10 ഇരട്ടിയായിട്ട് സ്നേഹിക്കണം. ആഹാ, അതാണിപ്പോ താനിപ്പോ ഈ കാണിച്ച പൊട്ടത്തരത്തിലുള്ള ശിക്ഷ. നോക്ക് എടോ, തന്റെ സ്നേഹം എനിക്ക് കടല.
അതൊരിക്കലും പറ്റാതെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഇനിയുള്ള ജീവിതത്തിന് എനിക്കത് കൂടിയേ തീരൂ. ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ തനിക്ക് വഴിയെ മനസ്സിലാവും. ആ പിന്നെ നമ്മൾ ഒന്നിച്ചെടുത്തൊരു വാക്കുണ്ട്. ഇനിയിപ്പോ താനാണ് ആദ്യം മരിക്കണമെങ്കിൽ എന്റെ ഈ നെഞ്ചി കിടന്നിട്ടായിരിക്കണമെന്ന്. അതുപോലെ ഞാനാണ് ആദ്യം മരിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചായിരിക്കണമെന്ന്. ഇങ്ങനെ എന്താ എനിക്കെന്നെ മരണത്തെ പോലും തോൽപ്പിക്കാൻ പറ്റുന്ന തോന്നുന്നത്. കാരണം തന്റെ ഈ നിശ്വാസം മാത്രം മതി എന്റെ നിന്നു പോകുന്ന ശ്വാസത്തിന് പുനർജീവൻ നൽകാനായിട്ട്. അറിഞ്ഞ കാര്യങ്ങള് അറിഞ്ഞ നിമിഷം തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എന്തായാലും കൈയോടെ അങ്ങ് അറിയിച്ചേക്കാം. ഹലോ. ആ, ജോൺ അബ്രഹാം ആണേ, ADM. ADM സാറോ? എന്താ സാറേ, എന്താ വിളിച്ചത്? എന്തെങ്കിലും കാര്യമില്ലാതെ വിളിക്കില്ലെന്നറിയാം. അറിയാലോ, അത്രയും ആത്മാർത്ഥതയുള്ള ആളാ ഞാൻ. അത് ഞങ്ങൾക്ക് അറിയാലോ. സാറിന്റെ ആത്മാർത്ഥതയെ കുറിച്ച് മഹേന്ദ്ര സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. എന്നെ സഹായിക്കുന്നവരെ ഞാൻ അകമഴിഞ്ഞ് സഹായിക്കും. എന്റെ ക്യാരക്ടർ അങ്ങനെയാ. അതുകൊണ്ടെന്താ, ശത്രുക്കളുടെ എണ്ണം കൂടുതലാ. അതല്ലെങ്കിലും അങ്ങനെയാ സാറേ, നല്ലവരെ ജീവിക്കാൻ അനുവദിക്കില്ലല്ലോ. സാറ് തന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാ. അതുപോലൊരു ഇൻഫർമേഷൻ തരാനാ ഞാനിപ്പോ വിളിച്ചത്. നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത്. പറ സാറേ, എന്താ സാറ് പറയാൻ വന്നത്? പറയാനുള്ളത് പരുത്തിക്കുന്ന് കോളനിയെ കുറിച്ചാ. ആ പുറമ്പോക്ക് സ്ഥലത്തിന്റെ റീസർവേ അടക്കം താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നും റീസർവേ ഓഫീസിൽ നിന്നൊക്കെ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ ഒരു ഇടിച്ചു നിരത്തൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബുൾഡോസർ ആണോ ഇനി JCB ആണോ എന്ന് വന്നാലേ അറിയാൻ പറ്റൂ. എന്തായാലും ഉടനെ അതവിടെ എത്തും. അതിനുള്ള ഒരുക്കങ്ങള് കളക്ടർ ശാലിനി വിഷ്ണു തുടങ്ങിക്കഴിഞ്ഞു. തട വെക്കാൻ വല്ലതും കരുതിയിട്ടുണ്ടെങ്കിൽ ഉടനെ അങ്ങ് വച്ചോ. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറ്റൂ. എന്നാ പിന്നെ വെക്കട്ടെ. ഞാൻ വിളിച്ചെന്നും അന്വേഷിച്ചെന്നും മഹേന്ദ്രൻ സാറിനോടൊന്ന് പറഞ്ഞേക്കണേ. ശരി.